ആശാവർക്കർമാരും അങ്ങനെ ഒക്കെ വരുന്നത്. കേരളത്തെ മാറ്റാനുള്ള ആത്മാർത്ഥമായ ഇടപെടൽ, ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ല, തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആത്മാർത്ഥമായ ഇടപെടൽ. താങ്കളോട് 1-2 ചോദ്യങ്ങളും അതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആത്മാർത്ഥമായ ഇടപെടൽ നേരത്തെ പ്രഖ്യാപിച്ചത് പറഞ്ഞത് നടപ്പാക്കി മുന്നോട്ട് പോവുകയാണ് എന്ന ആത്മവിശ്വാസം വിശദീകരിക്കുകയാണ് ബജറ്റിന്റെ ഭാഗമായി അതിന്റെ തുടർ ചർച്ചകളിലും. ഞാൻ 1-2 കാര്യങ്ങൾ, ഇവിടെ കുറേയധികം കാര്യങ്ങൾ പ്രിയ സുഹൃത്ത് വിജയൻ പറയുകയുണ്ടായി. ഞാൻ അതിനകത്ത് ആദ്യമേ പറയട്ടെ. അദ്ദേഹം പറഞ്ഞു ആശാവർക്കർമാർക്ക് 1000 രൂപ കൂട്ടി എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം നിങ്ങൾക്ക് അറിയാമോ, കേരളത്തിലാണ് കൂടുതൽ കൊടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക കൊടുക്കുന്ന തുക നമുക്ക് എല്ലാവർക്കും അറിയാം, 12,000 രൂപ കർണാടക കൊടുക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ആ തർക്കത്തിലേക്കല്ല പോണത്. നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, കഴിഞ്ഞ 12 മാസമായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ട വിജയൻ അറിയാമോ? അതായത് ദേശീയ തലത്തിൽ വിലക്കയറ്റം കുറഞ്ഞു വരുമ്പോൾ കേരളത്തിൽ വിലക്കയറ്റം 9% മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും കേന്ദ്ര സർക്കാർ വിലക്കയറ്റത്തിൻ്റെ കണക്ക് പുറത്തുവിടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 12 മാസമായി തുടർച്ചയായിട്ട് 1-ാം സ്ഥാനം കേരളം തന്നെയാണ്. കേരളം ആ 1-ാം സ്ഥാനം ഇതുവരെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അവിടെയാണ് നിങ്ങൾ പറയുന്ന ആശാവർക്കർമാർക്ക് 1000 രൂപ കൂട്ടിയെന്ന്. 10%-ഓളം വിലക്കയറ്റം ഉള്ള ഒരു സംസ്ഥാനത്താണ് പറയുന്നത് 1000 രൂപ ആശാവർക്കർമാർക്ക് കൂട്ടി. ഏതാണ്ട് വലിയ കാര്യമാണെന്ന് പറയുന്നത്. ഇനി താങ്കൾ സൂചിപ്പിച്ചു ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ MP-മാർ എന്തു പറഞ്ഞുവെന്ന്. ഈ വിഷയങ്ങളിലൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ MP-മാരാണ് എന്നുള്ളത് നിങ്ങൾക്ക് കണക്കുകൾ വെച്ച് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇനി രണ്ടാമതൊരു കാര്യം, ഇനി താങ്കൾ പറഞ്ഞുവല്ലോ കേന്ദ്രം തരാത്തതിൻ്റെ കാര്യം. കേന്ദ്രത്തിൽ നിന്നും നമുക്ക് എത്ര കിട്ടുമോ അത്രയധികം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അത് നമ്മുടെ അവകാശമാണ്, അത് കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല. പക്ഷേ പ്രിയപ്പെട്ട വിജയനും കഴിഞ്ഞ വർഷം ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രസംഗം താങ്കളും കേട്ടിട്ടുള്ളതാണല്ലോ. അദ്ദേഹം കഴിഞ്ഞ ബഡ്ജറ്റിൽ കേന്ദ്ര സഹായത്തെക്കുറിച്ചും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും ശ്രീ KN ബാലഗോപാൽ പറഞ്ഞത് സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ അതിതീവ്രമായിട്ടുള്ള ഘട്ടത്തെ നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞു. നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ സാമ്പത്തികമായിട്ടുള്ള നമ്മൾ എല്ലാ മേഖലയിലും ഭദ്രത കൈവരിച്ചു എന്ന നിലയിലാണ് കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ശ്രീ KN ബാലഗോപാൽ പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി, ഞാൻ കേന്ദ്ര അവഗണനയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കണക്കുകൾ പറയുമ്പോൾ നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി ചോദിച്ചത് കേന്ദ്രത്തിൽ നിന്നും പണം അധികമായിട്ട് കിട്ടണമെന്നല്ല പറഞ്ഞത്. സുപ്രീം കോടതിയിൽ നിങ്ങൾ ചോദിച്ചത് കടമെടുക്കാൻ അനുവദിക്കണം എന്നാണ്. അതായത് നമ്മൾക്ക് സംസ്ഥാനത്തിന് കൂടുതലായിട്ട് കടമെടുക്കാൻ അനുമതി തരണം എന്നാണ് സുപ്രീം കോടതിയിൽ നിങ്ങൾ പറഞ്ഞത്. അവസാനം സുപ്രീം കോടതിയിൽ ആ കേസ് നിലനിൽക്കട്ടെ. ഇനി താങ്കൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുകടം ഓരോ സർക്കാരുകൾ കഴിയും തോറും അത് ഇരട്ടിയായിട്ട് മാറുമെന്ന്. 1.5 ലക്ഷം കോടിയായിരുന്നത് ഏകദേശം 3 ലക്ഷം കോടിയായി. ഇപ്പോൾ അത് 5.5 ലക്ഷം കോടിയായി എന്നാണ് ആവുന്നതെന്നാണ് താങ്കൾ പറഞ്ഞത്. അതായത് 2026 കൂടെ ഇവിടെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കരാറുകാർക്കും കൊടുക്കാനുള്ള ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപ കൂടി കൂട്ടിയാൽ ഞങ്ങൾ പറഞ്ഞ 6 ലക്ഷം കോടിക്ക് മേലേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ മൊത്തം കടം ഈ 10 വർഷം കൊണ്ട് വരുമെന്നുള്ളതാണ്. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി ശരി, താങ്കളുടെ വാദം ഞാൻ അംഗീകരിക്കാം. അതായത് കടം 5 വർഷം കൂടുമ്പോൾ കടം ഇരട്ടിയാകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഓരോ 5 വർഷം കൂടുമ്പോഴും സംസ്ഥാനത്തിൻ്റെ പദ്ധതി വിഹിതം പ്ലാൻ സൈസ് ഇരട്ടിയാവണം. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അന്ന് കേരളത്തിൻ്റെ മൊത്തം പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 11,000 കോടി രൂപയായിരുന്നു. അത് 5 വർഷം കൊണ്ട്, അതായത് 2016 ആയപ്പോഴേക്കും കേരളത്തിൻ്റെ പ്ലാൻ 20,000 കോടിയായി വർദ്ധിച്ചു. എന്ന് വെച്ചാൽ ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. കടം ഇരട്ടിയായി വർദ്ധിക്കുന്നതിനനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ പദ്ധതി വിഹിതം അല്ലെങ്കിൽ പ്ലാൻ സൈസ് ഇരട്ടിയാവണം. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന കാര്യം എന്താ? അങ്ങനെ 20,000 കോടിയായിരുന്ന പ്ലാൻ സൈസ് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ നിൽക്കുന്നത് 30,000 കോടിയിലാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ 5 വർഷം കൊണ്ട് 20,000 കോടിയായിരുന്ന പ്ലാൻ സൈസ് 40,000 കോടിയാകണമായിരുന്നു. അടുത്ത 5 വർഷം കൊണ്ട് 40,000 കോടിയുടെ പ്ലാൻ സൈസ് 80,000 കോടി ആവണമായിരുന്നു. അതായത് 80,000 കോടി രൂപയായി വർദ്ധിക്കേണ്ട, അതായത് നിങ്ങൾ പറയുന്ന കടം ഓരോ 5 വർഷം കൂടുമ്പോൾ ഇരട്ടിയാവുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാൻ സൈസ് ഓരോ 5 വർഷം കൂടുമ്പോഴും ഇരട്ടിയായി വരണം. അങ്ങനെ വന്നാൽ ഇന്ന് സംസ്ഥാനത്തിൻ്റെ പദ്ധതി പ്ലാൻ സൈസ് എന്ന് പറയുന്നത് 80,000 കോടി രൂപയാവേണ്ടടുത്ത് ഇപ്പോഴും 30,000 കോടിയിൽ തന്നെ നിൽക്കുകയാണ് പ്രിയപ്പെട്ട വിജിൻ. അത് മാത്രവുമല്ല, നിങ്ങൾ അതായത് കേന്ദ്ര സർക്കാർ പ്ലാനിംഗ് കമ്മീഷനെ ഇല്ലാണ്ടാക്കി. കേന്ദ്ര സർക്കാർ പ്ലാനിംഗ് കമ്മീഷനെ ഇല്ലാതാക്കിയതുപോലെ നിങ്ങളിവിടെ കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിനെ നോക്കുകുത്തിയാക്കി സംസ്ഥാനത്തിൻ്റെ പദ്ധതി വിഹിതം പ്ലാൻ ഓരോ ബഡ്ജറ്റിലും വെട്ടിച്ച് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന പോലും നടന്നില്ല. കഴിഞ്ഞ വർഷം എന്താ ചെയ്തത്? കഴിഞ്ഞ വർഷം നിങ്ങൾ ചെയ്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുണ്ടായിരുന്ന പ്ലാനിൽ നിന്നും ബഡ്ജറ്റിൽ നിയമസഭ പാസ്സാക്കിയതിൽ നിന്നും 500 കോടി രൂപ വെട്ടി. ഓരോ വിഭാഗങ്ങൾക്കും കൃഷി വകുപ്പിനുണ്ടായിരുന്നത് 220 കോടി രൂപ വെട്ടി. അങ്ങനെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച് നിയമസഭ പാസ്സാക്കുന്ന
പദ്ധതി പോലും വെട്ടിച്ചുരുക്കി ബഡ്ജറ്റിന് പുറത്ത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന പേരിൽ വട്ടിപ്പലിശയ്ക്ക് കടമെടുത്തു. ഇനി ഞാൻ പറയട്ടെ, ഇത് ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. അതായത് 9.72% പലിശയ്ക്ക് നിങ്ങൾ വിദേശത്ത് പോയി കടമെടുത്തിട്ട് അതിവിടെ 6%-നും 7%-നും കേരളത്തിലെ ബാങ്കുകളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ്. എന്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റാണിത്? അതായത് 2000 കോടി രൂപ 2019 2019 കോടി രൂപ വായ്പ എടുക്കുന്നത് 5 വർഷം കഴിയുമ്പോഴത്തേക്കും കൂടെ 3200 കോടിയായിട്ട് അടയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിട്ട് നമ്മളെടുക്കുന്ന വായ്പയുടെ സിയാൻഡേജിയുടെ കണക്കാണ്. സിയാൻഡേജിയുടെ കണക്കനുസരിച്ച് പറയുന്നത് നമ്മളെടുക്കുന്ന വായ്പയുടെ 90-ലധികം നമ്മൾ വായ്പാ തിരിച്ചടവിനും പലിശ തിരിച്ചടവിനും വേണ്ടി മാത്രം വിനിയോഗിക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കധികം, ഇതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കാരണം സംസ്ഥാനത്തിന്റെ ഖജനാവ് തകർന്നു, സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു, ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത്ര വലിയ മിടുക്കന്മാരാണ്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും നിങ്ങളുടെ ബഡ്ജറ്റും ഒക്കെ ഇത്ര വലിയ സംഭവമാണെങ്കിൽ 2024 നടപ്പിലാകേണ്ട ശമ്പള പരിഷ്കരണം ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട് ഈ ബഡ്ജറ്റിൽ ശമ്പള കമ്മീഷനെ നിയമിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഏത് നിലയ്ക്കാണ് നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ഒക്കെ കഴിഞ്ഞ 5 വർഷക്കാലവും കഴിഞ്ഞ 10 വർഷക്കാലവും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒറ്റ കാര്യം കൂടി പറയട്ടെ, കേന്ദ്ര സർക്കാരിനെ നിങ്ങൾ പറയുന്നു, നമ്മളിലെ കേന്ദ്രത്തിനെതിരായിട്ട് പാർലമെന്റിനകത്ത് കോൺഗ്രസിന്റെ എംപിമാർ നിരന്തരമായി സമരം നടത്തുന്ന ആളുകളാണ്. അതിവിടെ എല്ലാവർക്കും അറിയാം. എത്ര എംപിമാർ കോൺഗ്രസിന്റെ എംപിമാർ സസ്പെൻഷനിലായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒറ്റ കാര്യം കൂടി കാണണം. ഇവിടെ GST നടപ്പിലാക്കിയപ്പോൾ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിന് സ്വാഭാവികമായും GSTയുടെ എല്ലാ ബെനിഫിറ്റും ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് ശ്രീ തോമസ് ഐസക് പറഞ്ഞൊരു കാര്യമുണ്ട്, GST വരുമ്പോൾ കേരളത്തിൻ്റെ നികുതി വരുമാനം 25% മുതൽ 30% വരെ വർദ്ധിക്കുമെന്ന് പറഞ്ഞത് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിട്ടുള്ള ശ്രീ തോമസ് ഐസക്കാണ്. പക്ഷേ കണക്കുകൾ പരിശോധിച്ചാൽ നമ്മുടെ നികുതി വരുമാനത്തിൽ 10% ശരാശരി വർധനവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ബാക്കി 15-20% വർധനവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണം നമ്മൾ ഇവിടെ GST നമ്മുടെ ഇത് കളക്ട് ചെയ്യുന്നതിനകത്ത് SGST ആയാലും IGST ആയാലും IGST ഇനത്തിൽ മാത്രം നമ്മുടെ സംസ്ഥാനത്തിന് 5 വർഷം കൊണ്ട് 25,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ടാണ് പറഞ്ഞത് സംസ്ഥാനത്ത് 25,000 കോടി രൂപയുടെ IGST നഷ്ടമുണ്ടായത്. ഇതൊക്കെ ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ പലതവണ ശ്രമിച്ചിട്ടുള്ളതാണ്.